നമ്മൾ ഓവർകം ചെയ്തത് 3 ഘട്ടത്തിലുള്ള ഓവർകം ചെയ്തത്. ആദ്യം ലവ്, പിന്നെ കല്യാണം, പിന്നെ കുഞ്ഞ്. കൊറോണ പോസിറ്റീവ് വന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അത് പോസിറ്റീവ് വന്നത്. അങ്ങനെയാണ് ആള് ഞങ്ങളുടെ ലൈഫിലോട്ട് അൺഎക്സ്പെക്ടഡ് ആദ്യഘട്ടം വരുന്നത്. 6-ാം മാസം സ്കാനിങ്ങിന് ചെന്നപ്പോൾ തൊട്ടിട്ടാണ് ട്വിസ്റ്റുകൾ വരാൻ തുടങ്ങിയത്. കാരണം സ്കാനിങ്ങിന് ചെന്നപ്പോൾ തന്നെ കുഞ്ഞിന് അനക്കമില്ലായിരുന്നു. അവിടെ ചെന്ന ഒരു ടെസ്റ്റ് അങ്ങോട്ട് ചെയ്തു, റൂമിലോട്ട് കയറ്റി, റിപ്പോർട്ടൊക്കെ വന്നു. ഡോക്ടറെ അടുത്ത് വായിക്കുന്നത് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. കുഞ്ഞിന് ഒരു പ്രോബ്ലം അല്ല, 2 പ്രോബ്ലം ഉണ്ട്. ഹാർട്ടിന് ഹോളുണ്ട്, വാൽവ് ചുരുക്കമാണ്, ബ്ലഡ് കൗണ്ട് പോകുന്നത് കുറവാണ്. ഇപ്പം ജനിച്ചാലും സഡനായിട്ട് സർജറി ചെയ്യേണ്ടി വരും. ചിലപ്പം പറയാൻ വയ്യ. ബസ്സിലിരുന്നിട്ട് തൊടുപുഴ ഇട്ടിട്ട് എറണാകുളം എൻ്റെ കൂടെ പഠിച്ച സകല കൂട്ടുകാരുടെ അടുത്ത് ഞാൻ ഉള്ളവരുടെ അടുത്ത് നിന്ന് 1000-100 രൂപ വരെ എനിക്ക് തന്നത് എൻ്റെ കൂട്ടുകാരുണ്ട്. പക്ഷെ ആ ഒരാളെ പെട്ടെന്ന് നമുക്ക് വേണ്ടാന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പിള്ളേർ കുഞ്ഞു പാട്ട്, ചെറിയ പാട്ടില്ലേ, എന്റെ ചെറുക്കനാണെങ്കിൽ അത് കാണുന്ന പോലത്തെ ഐറ്റംസ് ചെല്ലുമ്പോ കാരണം നേഴ്സുമാർ ഇങ്ങനെ പിടിച്ച് കാണിച്ചോണ്ടെങ്കിൽ ആ ഒരു പാട്ടും കണ്ടുകൊണ്ട് ആ ഒറ്റ പാട്ട് മതി. കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്ത. സത്യം പറഞ്ഞാൽ മടുത്തു. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ഷോ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി കണ്ടിട്ടുള്ള ഒരു കപ്പിളിനെയാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ലെറ്റ്സ് വെൽക്കം എപ്പിക് കപ്പിൾ. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ വളരെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഡിയോസ് ഇടുന്നുള്ളൂ. അപ്പൊ ഞാൻ സത്യമായിട്ട് ആലോചിച്ചിരുന്നു ഇവരെന്താ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. കാരണം നമ്മുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമല്ലേ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് വീഡിയോ കാണുന്ന ഇങ്ങനെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അതെല്ലാം നല്ല ഓവർകം ചെയ്തോ? നമ്മൾ ഓവർകം ചെയ്തത് 3 ഘട്ടത്തിലുള്ള ഓവർകം ചെയ്തത്. ആദ്യം ലവ്, പിന്നെ കല്യാണം, പിന്നെ കുഞ്ഞ്. അതാണ് ഏറ്റവും വലിയത്. കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ വെച്ചാൽ ലൈഫ് സെറ്റായി, ഇനി പേടിക്കണ്ട, ഉള്ളത് കൊണ്ട് ജീവിക്കുക. ഓക്കെ, നോർമലി അങ്ങനെ തിരിച്ച് ജോലിക്കും കയറി അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആളുടെ വരവ് എന്ന് വെച്ചാൽ ഇവർക്ക് കൊറോണ പിടിച്ചു. അപ്പോൾ കൊറോണ പോസിറ്റീവ് വന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അത് പോസിറ്റീവ് വന്നത്. അങ്ങനെയാണ് ആള് ഞങ്ങളുടെ ലൈഫിലോട്ട് അൺഎക്സ്പെക്ടഡ് ആദ്യഘട്ടം വരുന്നത്. നമുക്ക് റവന്യൂ ഒന്നുമില്ല. 5-ാം മാസം NT സ്കാനൊക്കെ കഴിഞ്ഞു, ആള് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. 6-ാം മാസം സ്കാനിങ്ങിന് ചെന്നപ്പോൾ തൊട്ടിട്ടാണ് ട്വിസ്റ്റുകൾ വരാൻ തുടങ്ങിയത്. കാരണം സ്കാനിങ്ങിന് ചെന്നപ്പോൾ തന്നെ കുഞ്ഞിന് അനക്കമില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഡോക്ടർക്ക് ഒരു ഡൗട്ട് തോന്നി, എന്താ ഇങ്ങനെയെന്ന് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്നിട്ട് റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ടിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്തു. അപ്പം പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി പറയും ഇതുപോലെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അമൃതയിൽ, ജസ്റ്റ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നമ്മളങ്ങനെ അന്നേരം തൊട്ട് ടെൻഷനായി, എന്താ പ്രോബ്ലം. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ അമൃത ചെന്നു. അവിടെ ചെന്ന ഒരു ടെസ്റ്റ് അങ്ങോട്ട് ചെയ്തു, റൂമിലോട്ട് കയറ്റി, റിപ്പോർട്ടൊക്കെ വന്നു. ഡോക്ടറെ അടുത്ത് വായിക്കുന്നത് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഒരു പ്രോബ്ലം അല്ല, 2 പ്രോബ്ലം ഉണ്ട്. ഹാർട്ടിന് ഹോളുണ്ട്, വാൽവ് ചുരുക്കമാണ്, ബ്ലഡ് കൗണ്ട് പോകുന്നത് കുറവാണ്. ഇപ്പം ജനിച്ചാലും സഡനായിട്ട് സർജറി ചെയ്യേണ്ടി വരും. ചിലപ്പം പറയാൻ വയ്യ. പിന്നെ ജനറ്റിക് ഡിസോർഡർ ഉണ്ടാവും. അപ്പം റിസ്ക് എടുക്കണ്ട. ഇപ്പം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു 7-ാം മാസത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നെ കേസാവും. ചെയ്യാൻ പാടില്ല, ലീഗലി പറ്റത്തില്ല. ഇപ്പം ആണെങ്കിൽ ഹോസ്പിറ്റലിൽ എഴുതി കൊടുത്താൽ അവർ തന്നെ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ ആ സമയത്ത് ഷോക്കായി. ഇപ്പോൾ തിരിച്ച് കറക്റ്റ് പുള്ളിക്കാരി ഒന്ന് സ്റ്റക്കായി. ആ പറഞ്ഞപ്പോൾ തന്നെ സ്റ്റക്കായി. എന്ത് പറയണം അവർ പറഞ്ഞ തീരുമാനം ആലോചിച്ചെടുത്തോളം പറഞ്ഞു. ഞങ്ങളത് വീട്ടിൽ പോയിട്ട് അപ്പം തന്നെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, എന്ത് വന്നാലും ഫേസ് ചെയ്തോളാം. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. അത് ഒന്ന് കൺഫേം ആക്കി കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്ക് സർജറി ചെയ്താണേലും ബാക്കിയുള്ളത് മാറ്റാൻ നോക്കാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അന്നേരം കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്ത സമയം. അപ്പം നമ്മളോട് പറഞ്ഞു ഈ അമ്നിയോ ടെസ്റ്റ് ചെയ്യണം, അത് ചെയ്ത് അത് നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോവാം. ബാക്കി എന്ത് വന്നാലും നമുക്ക് സർജറി ചെയ്ത് മാറ്റാൻ 23,000 രൂപയാണ് ഇത് ചെയ്യാനായിട്ട്. അന്നേരം ഒന്നും ഇല്ല, നമുക്ക് ഇൻകോ ഇല്ല, സാലറി എന്ന് വെച്ചാൽ എനിക്ക് ഇൻഫോ പാർക്കിൽ നിന്ന് കിട്ടുന്നത് ഒരു 13 രൂപ 15 രൂപയൊക്കെ ഉള്ളൂ. ജോലി എന്ന് പറയുമ്പോൾ ഇൻഫോ പാർക്കില്ല, അത്രേ ഉള്ളൂ. എവിടുന്ന് അങ്ങോട്ട് കടം മേടി പകുതി പൈസ എങ്ങാണ്ട് ഇവക്ക് അറേഞ്ചായി. അപ്പോൾ എന്നിട്ട് ബസ്സിനാണ് പോയി വിടുന്നത്. അപ്പോൾ ഞാൻ ബസ്സിനകത്തിരുന്ന് ഇവള് ഷോൾട്ടറിൽ കിടന്ന് ഉറങ്ങും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ബസ്സിലിരുന്നിട്ട് തൊടുപുഴ ഇട്ടിട്ട് എറണാകുളം. എൻ്റെ കൂടെ പഠിച്ച സകല കൂട്ടുകാരുടെ അടുത്ത് ഞാൻ ഉള്ളവരുടെ അടുത്ത് നിന്ന് 1000-100 രൂപ വരെ എനിക്ക് തന്നത് എൻ്റെ കൂട്ടുകാരുണ്ട്. അവരോടൊക്കെ ചോദിച്ചു അവിടെ എത്തി. അവിടെ പോയപ്പോഴത്തേക്ക് 23,000 എനിക്ക് സെറ്റായി. ആശുപത്രി എത്തിയപ്പോഴത്തേക്ക് എനിക്ക് 23,000 സെറ്റായി.
നമ്മുടെ വയറ്റിൽ നിന്ന് ഫ്ലൂയിഡ് ഇത്രയേ ഉള്ളൊരു സൂചി വെച്ചിട്ട് ആ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് അവർ കൽക്കട്ടയ്ക്കോ ഡൽഹിക്കോ അങ്ങനെ എന്താണ്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് അയച്ചിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് ഒരാഴ്ച എടുക്കും. അതിന്റെ ഒരാഴ്ച 14 ദിവസം ഒരാഴ്ചക്കുള്ളിൽ ഇത് നെഗറ്റീവ് വന്നാലാണ് നമുക്ക് നമ്മൾ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. ഒരാഴ്ച അങ്ങനെ ചവിട്ടി നീക്കി വിട്ടു. അങ്ങനെ ഒരു ദിവസം എനിക്ക് റിപ്പോർട്ട് അയച്ചു തന്നു. അല്ലാതെ സത്യം പറഞ്ഞാൽ ടോയ്ലറ്റിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് റിപ്പോർട്ട് വരും. അത് കണ്ടപ്പോൾ തന്നെ അല്ല ഇറങ്ങി വന്ന കോലത്തല്ലേ ഇവിടെ കൊണ്ട് കാണിക്കുക ചെയ്തേ റിപ്പോർട്ട് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ അത് ശരിക്കും ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ഉണ്ട്, സന്തോഷമാണ് അന്ന്. അങ്ങനെയല്ലല്ലോ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഡെലിവറി സക്സസ് ആയിട്ട് നടന്നു. രണ്ടാഴ്ച മുന്നേ സിസേറിയനായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് ലക്കാണ്, നമുക്ക് ആ പറഞ്ഞതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മാറിയായിട്ട് അവൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് സർജറി ആവശ്യമില്ല, അവൻ ഓക്കെ ആണ്. അപ്പോൾ ഓക്കെ, സമാധാനമായി, രക്ഷപ്പെട്ടു, ആശ്വാസമായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏകദേശം ഓക്കെയാണ്, സെറ്റായിട്ടുണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 2 മാസം വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഈ പ്രസവ രക്ഷയ്ക്ക് അതിനുവേണ്ടി നമ്മൾ കോഴിക്കോട് ഒരു ഇതിന് പോയി. അത് അവിടെയാണ് ആദ്യത്തെ എല്ലാ ആ കടമ്പ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അടുത്ത കടമ്പിലോട്ട് പോകാം. ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോഴത്തേക്ക് കുഞ്ഞിന് ചെറിയ പനി വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ 7 ദിവസം ആയുള്ളൂ, 14 ദിവസം ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പം തന്നെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഇവന് ചൂട് കൂടുക. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് നേരെ ഇവിടെ നാട്ടിൽ വന്നു. അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ട് അത് വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ കൊണ്ട് കാണിച്ചു, അവർ അഡ്മിറ്റ് ആക്കി. അങ്ങനെ ഒരു 4 ദിവസമായിട്ടും അപ്ഡേറ്റ് ഒന്നും തരുന്നില്ല. കുഞ്ഞ് ഐസിയിലാണ്, നമ്മൾ റൂമിൽ നമ്മളെ കാണിക്കുന്നില്ല. ഇവളെ ഇടയ്ക്ക് ഫീഡ് ചെയ്യാൻ മാത്രമേ ഇവളെ കാണിക്കും. പാല് കൊടുത്തപ്പോൾ തന്നെ നമ്മളെ പറഞ്ഞു 4 ദിവസമായിട്ട് അപ്ഡേറ്റ് ഇല്ലാണ്ടായപ്പോഴത്തേക്ക് ടെൻഷനായി. ഞാനങ്ങനെ സംസാരിച്ചു, എന്താ അപ്പോൾ അവർ എക്കോ എടുത്ത് നോക്കാമെന്ന് പറയും കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ എക്കോ ഫെസിലിറ്റി കുറവായി. അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. കാരണം 40 സംതിങ് ഉണ്ടായിരുന്ന ഹോളിന്റെ വലിപ്പം നേരെ ഇരട്ടിയായി. അന്നേരം അവർ പറയാം ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ അങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടുപോകണം പറയും. 3/4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തൊടുപുഴ നേരെ അമൃതയിലെത്തിച്ചു. അവർ എന്നിട്ട് ഡോക്ടറെ കയറിയിട്ട് അവർ പറഞ്ഞു കൊണ്ടുവന്ന കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. ആ അവസ്ഥയിൽ അത്രയ്ക്ക് ക്രിട്ടിക്കലായിട്ടാണ് കൊണ്ടെത്തിച്ചത്. പിന്നെ ഒരാഴ്ച ഫുള്ളും മറ്റേ ബൈപ്പാപ്പ് വെച്ചിട്ട് വെന്റിലേറ്ററിലായിരുന്നു സപ്പോർട്ടും. അതിന്റെ ഇടയ്ക്ക് ഒരു വട്ടം നല്ലപോലെ ഒരു വെളുപ്പിനെയൊക്കെ ആയപ്പോഴത്തെ ക്രിട്ടിക്കലായി. പിറ്റേ ദിവസം രാവിലെ എന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു തൊണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഓക്കെ ആണ്, വലിയ കുഴപ്പമില്ല, എന്നാലും മാറ്റിയിട്ടില്ല, മറ്റേ സാധനം മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. കയറി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, ആള് ഉറങ്ങുന്നുണ്ട്. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ അവൻ ഹിന്ദി പാട്ട് കാണണം. ആ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ചെക്കനെ കൊണ്ട് പുറത്തു പോകാൻ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവന് സാധാരണ പിള്ളേർ കുഞ്ഞു പാട്ട്, ചെറിയ പാട്ടില്ലേ, എന്റെ ചെറുക്കനാണെങ്കിൽ അത് കാണുന്ന ഐറ്റംസോ ചെയ്യാനാ. മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ രംഗരക്കം എന്നൊരു പാട്ട്, അത് ആ പാട്ട് എങ്ങനെ അഡിഷൻ ആയതറിയാം. ചെല്ലുമ്പോ കാരണം നേഴ്സുമാർ ഇങ്ങനെ പിടിച്ച് കാണിച്ചോണ്ടെങ്കിൽ അവനിരിക്കത്തുള്ളൂ. ആ ഒരു പാട്ടും കണ്ടുകൊണ്ട് ആ ഒറ്റ പാട്ട് മതി, വേറെ കാർട്ടൂണും വേണ്ട, ഒന്നും വേണ്ട, ആ ഒരു പാട്ട് മാത്രം ഈ ചക്കൻ എത്ര നേരം വെച്ചോണ്ട് കണ്ടുകൊണ്ട് അങ്ങ് ഇരിക്കും. അങ്ങനെ നമ്മൾ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു ഡിസ്ചാർജ് ആവാറായ സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് കയ്യിലെടുക്കാനൊന്നുമില്ല, പൈസയില്ല. ഞങ്ങളിങ്ങനെ 1-2 പേരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ, കാരണം ചെറിയ റവന്യൂ വരുന്നുണ്ട്, ആ സമയത്ത് കൊടുക്കാന്നുള്ള രീതി പറഞ്ഞ് ഓരോ സ്ഥലത്ത്. കാരണം മെയിനായിട്ട് ഫാമിലി സപ്പോർട്ടില്ല, ഞങ്ങളെ 4 പേരേ ഉള്ളൂ, ഞാൻ വിച്ചു അച്ഛൻ അമ്മ, ഞങ്ങൾ ഈ 4 പേര് കിടന്ന് ഓടുന്ന ഓട്ടം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഫ്രണ്ട്സിനോടും പിന്നെ കുറച്ച് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു, ചിലർ ഓക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനെ ആ സമയത്ത് കാരണം നമുക്ക് ഉച്ചയായപ്പോഴത്തേക്ക് ഡിസ്ചാർജ് സമ്മറി എല്ലാം തന്നു. 5 മണിയായിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോയിട്ടില്ല. വൈകിട്ട് വന്ന് ചോദിക്കാൻ ഫോണില്ലേ നമ്മളെങ്ങനെ പോവും പൈസ. എന്നിട്ട് ലാസ്റ്റ് ഒരു വഴിയില്ലാണ്ട് ഞങ്ങൾ ബില്ലും എല്ലാം കൂടെ ഇട്ടിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഹെൽപ്പ് ചോദിച്ചു. ആ ടൈമിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാനത് പോസ്റ്റ് ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളായിരുന്നു. എനിക്ക് 1/2 മണിക്കൂർ കൊണ്ട് ആ പേയ്മെന്റ് മൊത്തം കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേച്ചി പ്രീത ചേച്ചി എറണാകുളത്തുള്ള ചേച്ചി അപ്പം തന്നെ എമൗണ്ട് ഫുള്ള് എനിക്ക് ഇട്ട് തന്നിട്ട് വിഷ്ണു മോനെ കൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് അപ്പം തന്നെ ഞങ്ങൾ പോസ്റ്റും ഡിലീറ്റ് ഡിസ്ചാർജ് ആയി നേരെ വീട്ടിൽ വന്നു. അത് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊന്നും ആയിരിക്കില്ല. ദൈവമുണ്ട്, കാരണം നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞവര് നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോഴും നമുക്ക് കണ്ടിട്ട് കൂടിയില്ലാത്തവരാണ് നമ്മളെ സഹായിക്കുക. അപ്പോഴാണ് ദൈവത്തിന്റെ കളിയാണത് മൊത്തം. അപ്പൊ അന്നേരവും നമ്മൾ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു. 1 വയസ്സ് വരെ നമ്മൾ കൊണ്ടുപോയി, അങ്ങനെ അത്ര നാൾ വരെ ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കൊണ്ടുപോയി. കറക്റ്റ് 1 വയസ്സ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സർജറിക്ക് വേണ്ടി, കാരണം ഈ ഹൃദയ സ്കീമുണ്ട്, അതിൽ നമുക്ക് സ്ലോട്ട് കിട്ടുന്ന അനുസരിച്ചാണ് ഇവര് കണ്ടീഷൻ നോക്കും. സീരിയസ് കണ്ടീഷൻ പെട്ടെന്ന് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ആൾക്ക് വെയിറ്റ് സർജറി താങ്ങാനുള്ള ഒരാളാവണം. അങ്ങനെ അതിന് വരെ നമ്മളങ്ങനെ കൊണ്ടുപോയി
ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ജനുവരി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഡേറ്റ് കിട്ടി, നമ്മളിവിടെ അഡ്മിറ്റ് ആക്കി. പിന്നെ അന്നേരമാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ കുറേ ആൾക്കാരെ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഡേറ്റ് കിട്ടിയപ്പോൾ തൊട്ട് ഞങ്ങൾ 4 പേരും ഇരുന്ന് കൂട്ടക്കരച്ചില്ല, ആരോടും പറയില്ല. നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് തരാൻ ആരുമില്ല. പുറമേ നിന്ന് ഒരാൾ നമ്മളെ ഇടാ പോട്ടെ അല്ലെങ്കിൽ ഓക്കെ ആവുമെന്ന് പറയാനില്ല. ഇത് ഞങ്ങൾ നിന്ന് ഈ മറ്റേ ഒരളത്തോട് പറയുന്നില്ല, അങ്ങോട്ടും വിടും. ഞാൻ കരയുമ്പോൾ ഇവ സമ്മാനിക്കും, ഇവ കരയുമ്പോൾ ഞാൻ സമ്മാനിക്കും. ഇത് തന്നെ പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഇത്രയും ദൈവം തന്നില്ല, അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് ഓക്കെ ആവുന്നുള്ള രീതിയിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ക്രൂ ഡോക്ടർമാർ ഞങ്ങൾക്ക് ശരിക്കും ദൈവങ്ങളാണ്. കാരണം അതുപോലെയാണ്. ഇപ്പം ഇവൻ്റെ കാര്യം തന്നെയല്ല, ഓരോ കുഞ്ഞുങ്ങളുടെ കാര്യം അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കുഞ്ഞുങ്ങളുടെ കാർഡിയോ അവിടെ പക്കയാണ്. അത് കഴിഞ്ഞിട്ട് നോർമലി 3 ദിവസം എടുക്കും. ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവർ പുറത്തോട്ടാക്കി. ഇപ്പം കറക്റ്റ് നേരത്തോട് നേരെ ആയപ്പോഴത്തേക്ക് ഇവർ ICU ഇറക്കി. അവൻ പെർഫെക്റ്റ്ലി ഓക്കെ ആയി. സർജറി കഴിഞ്ഞ് ഇപ്പം ഇന്ന് 12 മണിക്ക് കയറ്റി, നാളെ 12 മണി ആയപ്പോഴത്തേക്ക് ആളെ ഇറക്കി. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാനേജ് ചെയ്യാൻ പറ്റ പാട്. കാരണം വാശി കൂടി. സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പനി ഒരു 103-104 ഡിഗ്രി പനി വരും. ആ ഒരു ദിവസം ഉണ്ടാകത്തുള്ളൂ. അത് കാണുമ്പോഴാണ് നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ടെൻഷൻ്റെ 4 ഇരട്ടി വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റിച്ചൊക്കെ എടുത്തു, ആൾ ഓക്കെ ആയി. ടാറ്റ പറഞ്ഞ് ശരിക്കും ഒരു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ശരിക്കും ഒന്ന് ഇരുന്നത്. ഇരുന്നതും നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങി. പിന്നെ ആക്റ്റീവായത് 2 വട്ടം കയ്യിൽ നിന്ന് പോയി, 3-ാമത്തെ വട്ടം പിന്നെ പിടിച്ചു കയറി. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന, അതായത് നമ്മുടെ യൂട്യൂബ് റവന്യൂ വന്നു തുടങ്ങിയിട്ടില്ല, ജോലിയുടെ കാര്യത്തിൽ മൊത്തം പ്രശ്നത്തിൽ നിൽക്കുന്ന വിഷ്ണുവിന്റെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ടില്ല, ഇതെല്ലാം കൂടെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞിനും പ്രശ്നം, ഇതൊക്കെ കൂടെ എങ്ങനെ നമുക്ക് ചിലപ്പോൾ ജീവിക്കാൻ തന്നെയുള്ള ഒരു ടെൻഡൻസി ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥ വരില്ലേ? പലപ്പോഴും നമ്മളത് ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും. പക്ഷെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട്, ഒരു ദൈവം പോലെ ഒരാളെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ ആളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കുറേയൊക്കെ ഞങ്ങളുടെ ലൈഫിൽ പിടിച്ചത്. ഈ പറയില്ല, ആരും പറയാം ഒരു മനുഷ്യനത് പറ്റൂല. ഞങ്ങള് ആ മനുഷ്യനത് ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട്. പക്ഷെ ആ കയ്യിൽ നിന്നൊക്കെ പോയിട്ട് ഞങ്ങളെ പൊക്കിക്കൊണ്ട് വന്ന എല്ലാം ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരാളാ. അപ്പൊ അദ്ദേഹത്തോട് ഒരിക്കലും ചോദിച്ചിട്ടില്ലേ ഞങ്ങൾ എങ്ങനെ സഹായിക്കാനുള്ള ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്? പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ജയിച്ച് കാണണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും എന്താ പറയുക, ഇതൊരു കൂടപ്പറപ്പാണ്, ഒരു ഫ്രണ്ടാണ്. പുള്ളിയെ ഞങ്ങൾ നേരിട്ട് കാണാണ്ട് വരെയാണ് പുള്ളി ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. നേരിട്ട് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല, ഒറ്റ വട്ടം കണ്ടിട്ടുള്ളൂ. എന്നുവെച്ചാൽ അതിപ്പോ ആ സഹായിക്കുന്ന ടൈമിലൊക്കെ ഞങ്ങൾ പുള്ളിയെ കണ്ടിട്ട് കൂടിയില്ലായിരുന്നു. നിങ്ങൾ എന്താ മറ്റേ സിനിമാക്കഥ പറയുന്ന പോലെ ദൈവമായിട്ട് പറഞ്ഞുകൊണ്ടാണ് പുള്ളീനെ. അയ്യോ എന്തൊക്കെയാണ്, ഞാൻ മറ്റേ എപ്പിക് കപ്പിൾ ചിരിച്ചു കളിച്ച് ഏതാണ്ടൊക്കെ ചെയ്യാനായിട്ട് വന്ന് ഞാൻ നിങ്ങൾ എന്നെ ഇരുന്ന് കരയിക്കുന്നു. അതല്ല, വീഡിയോയുടെ പുറമേ നോക്കുമ്പോൾ ഇവര് ഹാപ്പി അടിച്ചു പൊളിച്ച് നടക്കുന്നു, പക്ഷെ നമ്മുടെ പുറമേ നടക്കുന്ന അറിയുന്നില്ലല്ലോ. സത്യം. പിന്നെ നമ്മൾ പഠിച്ചൊരു പാഠമാണ്, നമ്മൾ കരയുമ്പം അത് കണ്ട് സന്തോഷിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഈവൻ എൻ്റെ ഫാമിലി തന്നെ ഉണ്ട്, ഏട്ടയുടെ ഫാമിലിയിലും ഉണ്ട്, ഫ്രണ്ട്സിലും ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അവർക്ക് ചിരിക്കാനായിട്ട് ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാമിലി ഇഷ്യൂസ് ഒന്നും പറയാത്തത്, പുറത്തിടാത്തതും അതുകൊണ്ടാണ്. അങ്ങനെ അവർ ചിരിക്കേണ്ട. നമ്മൾ ഈ ഇത്രയും ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് കൊച്ചിനെ നമ്മൾ കൊഞ്ചിക്കലും വഷളാക്കലും കൂടുതലാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ ആരും, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പറയാറുണ്ട്, അച്ഛനോടും അമ്മയോടും. അവർ രണ്ടുപേരുമാണ് ഇവനെ വഷളാക്കുന്നത്. കാരണം ഞങ്ങളെ ഒന്ന് ഒച്ച പൊക്കാൻ പോലും സമ്മതിക്കത്തില്ല. അല്ല, നമുക്ക് അറിയുന്ന തന്നെ അവർക്ക് പേടിയാ, സമ്മതിക്കൂല. എന്തേലും വരുമ്പോഴത്തേക്ക് അച്ഛയുടെ ഒറ്റ ഡയലോഗാ, അവ ഇത്ര പ്രായത്തിൽ ഇത്രയും പേര് സഹിച്ചു വന്ന കൊച്ച, അവനെ ഇട്ട് അങ്ങനെ ഇതാക്കരുത്, കുഞ്ഞല്ലേ പിള്ളേരിങ്ങനെ. അവനത് നല്ലപോലെ മുതലാക്കുന്നുണ്ട്, ശരിക്കും മുതലാക്കി എടുക്കുന്നുണ്ട്. അത് ഈ ഒരു ഫാമിലിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ്, ആൾക്കാർ ഏറ്റെടുത്തു എന്ന് എപ്പോഴെങ്കിലും ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷം ഏതായിരുന്നു? മെയിൻ ആയിട്ട് ആദിയുടെ കേസ് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഫാമിലി ആയിട്ട് ചെല്ലുമ്പോൾ നമ്മളിൽ കൂടെ നമ്മുടെ അച്ഛനും അമ്മയും പ്രൗഡ് ആവുമെന്ന് വെച്ച് കഴിയുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മളെ വിളിച്ച് ഫോട്ടോ എടുക്കാം, അവരെയും കൂടെ കൂട്ടി നിർത്തി ഫോട്ടോ എടുക്കാന്ന് ചോദിക്കുമ്പോൾ, അല്ലെ ഇപ്പൊ അച്ഛൻ വണ്ടി ഓടിക്കുക, ഡ്രൈവർ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, പിള്ളേർ എന്തേന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊരു സന്തോഷം. അപ്പൊ അച്ഛൻ അതൊക്കെ വീട്ടിൽ വന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും. ആദ്യം ഞങ്ങൾ ചാനൽ തുടങ്ങിയപ്പോ ആദ്യം ഇതൊക്കെ വല്ല നടക്കുമെന്ന് പുള്ളി കളിയാക്കിയാണ്. അന്നേരം അമ്മ മാത്രമേ സപ്പോർട്ട് കേട്ടോ, പുള്ളി വല്ല നടക്കൂടെ, കുറെ നാളായില്ല കാണിക്കുന്നത്. അന്നേരം അമ്മ അന്ന് സപ്പോർട്ടാ, ഇന്നും സപ്പോർട്ടാ, എപ്പോഴും സപ്പോർട്ടാ. ഈ അമ്മ എപ്പോ വിളിച്ചാലും വീഡിയോ എടുക്കുക, പുള്ളിയെ പിന്നെ നമ്മൾ വിളിച്ചു വരുത്തണം. ഇപ്പൊ നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് എല്ലാവരെയും കൊണ്ടല്ലോ. ആദ്യം നിങ്ങൾ രണ്ടുപേരായി തുടങ്ങിയത്, നിങ്ങളുടെ അടുത്ത് കുഞ്ഞു വന്നു, അതിനുശേഷം അച്ഛൻ വന്നു, അമ്മ വന്നു, ഇപ്പൊ സകലരും വീഡിയോയുടെ അകത്തുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അച്ഛനെ അമ്മയൊക്കെ ഞാൻ നമ്മുടെ ചാനലിന്
ഡൗൺ ആകുമ്പോഴത്തെ ഞാൻ അവരെ ഒന്ന് കൊണ്ടുവരും ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പൊക്കി കഴിയുമ്പോഴത്തെ ഞാൻ അവരെ മാറ്റി നിർത്തും. എന്ന് വെച്ചാൽ വെക്കും, നല്ലൊരു സാധനത്തിന് വേണ്ടി അവരെ വെക്കും. എപ്പോഴും കൊണ്ടുവന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. നല്ല സാധനങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ അവരെ കൊണ്ടുവരും. ഇനി എന്താ ഒരു ഭാവി ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം അങ്ങനെ എന്തെങ്കിലും ഉള്ളത്? ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം ഞങ്ങളുടെ ഒരു വീട്. കാരണം ഇപ്പോൾ എൻ്റെ ലൈഫിലാണല്ലോ എനിക്ക് 26 വയസ്സായി. ഈ 26 വയസ്സിലും അച്ഛന് തറവാടുണ്ട്, പക്ഷെ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. നമ്മൾ റെൻറ്റിനാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഏട്ടയുടെ വീട്ടിലാണെങ്കിലും കല്യാണത്തിൻ്റെ സമയത്ത് പോലും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു വീടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഈവൻ ഫാമിലിയിൽ നിന്ന് തന്നെ പല സ്ഥലത്തുനിന്നും ഞങ്ങളെ ആ ഒരു കാര്യത്തിൽ ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മോൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള ഇതൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻകം എല്ലാം നമുക്ക് കടം വീട്ടി അങ്ങനെ പോകുള്ളൂ. അപ്പം അവനൊരു അറിവ് ആവണതിന് മുന്നേ ഒരു വീട്, ആ ഒരു ഒറ്റ കാര്യമുള്ളൂ. അവനൊരു അഡ്രസ്സ് ഉണ്ടാക്കി എടുക്കണം. അതാണ് ഏറ്റവും വലിയ സ്വപ്നം. എന്തെങ്കിലും ഒരിക്കൽ അച്ഛനും അമ്മയൊക്കെ വഴക്കൊക്കെ മാറി തിരിച്ചു വരുമെന്ന് വിഷ്ണു പ്രതീക്ഷിക്കുന്നില്ല? ആദ്യമൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇനി പോകുന്നിടം വരെ പോട്ടെ. പക്ഷെ എത്ര പറഞ്ഞാലും സ്വന്തം മകനല്ലേ, അവര് തിരിച്ചു വരാതെ എവിടെ പോകാനാണ്? അത് വരും, തീർച്ചയായിട്ടും തിരിച്ചു വരും. തിരിച്ചു വരണമല്ലോ. അതെ, അച്ഛനും അമ്മയും ചേച്ചി അനിയത്തിയും എല്ലാവരും തിരിച്ചു വരുന്ന, നിങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇനി ഒരു സമയത്തേക്ക് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ. അത് വളരെ വളരെ പെട്ടെന്നാവട്ടെ. നല്ലൊരു വീടൊക്കെ വെച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഡേയ്സ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം.